വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം നഷ്ടമായി. മത്സരിക്കുന്നതിന് അയോഗ്യതയും നിലവിൽ വന്നതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2031 തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് നിലവിലെ സ്ഥിതിയിൽ മത്സരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞതായി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കും. ആന്റണി രാജു അയോഗ്യനായതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കാൻ വഴിയൊരുങ്ങുകയാണ്. 1996 തിരുവനന്തപുരം വെസ്റ്റിൽ കേരള കോൺഗ്രസ് സീറ്റിൽ വിജയിച്ച PJ ജോസഫിന്റെ വിശ്വസ്തനായിരുന്ന ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതം ചോദ്യചിഹ്നമാക്കുന്നതാണ് തൊണ്ടി തിരിമറി കേസിലെ വിധി. തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചതോടെ ആന്റണി രാജു മുൻ MLA ആയി. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു ജനപ്രതിനിധി കേസിൽ പ്രതിയായി 2 വർഷത്തിലധികം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അയോഗ്യനാകും. MLA സ്ഥാനം നഷ്ടമാകും. നിയമത്തിലെ സെഷൻ 8 പ്രകാരമാണ് അയോഗ്യത വരുന്നത്. അപ്പീൽ പരിഗണിക്കാതെ തന്നെ നിയമസഭാ അംഗത്വം നഷ്ടമാകും. ഈ നിയമപ്രകാരമാണ് ആന്റണി രാജു ഇപ്പോൾ ex-MLA ആയത്. ഇത് മാത്രമല്ല ആന്റണി രാജുവിന് ബാധകമാകുക. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാനുമാകില്ല. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. ആന്റണി രാജു അയോഗ്യനായതോടെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞു. എങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ല. കാരണം നിലവിലെ കേരള നിയമസഭയ്ക്ക് ഇനി 6 മാസം കാലാവധിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവായ ആന്റണി രാജുവിന്റെ സീറ്റ് മോഹങ്ങൾ അസ്തമിക്കും. ഈ അവസരം CPMന് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. കാരണം സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും അക്കൗണ്ട് തുറക്കാൻ BJPയും ശക്തമായ മത്സരത്തിനൊരുങ്ങുകയാണ്. 1996 തിരുവനന്തപുരം വെസ്റ്റിൽ വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ ആന്റണി രാജു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്ന് തോറ്റെങ്കിലും 2021 വിജയിച്ച് ധാരണ പ്രകാരം 2.5 വർഷക്കാലം 2ാം പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ അവസരത്തിലെ വിധി ആന്റണി രാജുവിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.